ഹായ്, നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് ക്യാരറ്റ് ജ്യൂസായിട്ടാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ടാണ് ഞാനിത് തയ്യാറാക്കിയിരിക്കുന്നത്. ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഈ ജ്യൂസ് എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ നമ്മൾ ഈ ജ്യൂസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 2 ക്യാരറ്റ് നന്നായിട്ട് വാഷ് ചെയ്ത് വൃത്തിയാക്കി എടുത്ത് അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് എടുത്ത് വെച്ചിരിക്കുന്നതാണ്. കാരണം ഇതിനകത്ത് കീടനാശിനിയൊക്കെ തളിച്ചിട്ടാണ് നമുക്കിത് കിട്ടുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് വൃത്തിയായിട്ട് അതിൻ്റെ തോലൊക്കെ കളഞ്ഞാണ് നമ്മളത് എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ 2 ക്യാരറ്റ് കൊണ്ട് നമുക്ക് 2 ഗ്ലാസ് ജ്യൂസ് എന്ന അളവിലാണ് നമ്മളിത് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം, ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരുന്ന 2 ക്യാരറ്റും ചെറിയ രീതിയിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്കിതൊന്ന് വേവിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ അത് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കിത് വേവിച്ചെടുക്കാനുള്ള വെള്ളം നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇതുപോലൊരു സോസ് പാൻ വെച്ച് കൊടുക്കാം. അതിലേക്ക് 1 കപ്പ് അളവിലുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 240 ml 1 കപ്പിലുള്ള വെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുത്തത്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. അപ്പോൾ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് നേരിയതായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് 2 ഏലക്കായ്, അപ്പോൾ അതിൻ്റെ ആ ഏലക്കായുടെ ആ തോലൊന്ന് കളഞ്ഞിട്ട് വേണം നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും കൂടി അതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ക്യാരറ്റ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഒരു 5 മിനിറ്റ് നേരം നമ്മൾക്ക് ഈ ക്യാരറ്റ് ഈ വെള്ളത്തിൽ നന്നായിട്ടത് വെന്ത് കിട്ടണം. അപ്പോൾ നന്നായിട്ട് വെന്താലും മാത്രമേ നമ്മളിത് അരച്ചെടുക്കേണ്ടതാണ് മിക്സിയുടെ ബ്ലെൻഡറിലിട്ട്. അപ്പോൾ നന്നായിട്ട് അരയണമെങ്കിൽ നന്നായിട്ട് തന്നെ ഇത് വെന്ത് കിട്ടണം. അതല്ലെങ്കിൽ അതിനകത്ത് നേരിയ ഒരു തരി പോലെ കെടുക്കും. അപ്പോൾ നന്നായിട്ട് സോഫ്റ്റ് ആവുന്നത് വരെ നമുക്ക് ഒരു 5 മിനിറ്റ് നേരം നന്നായിട്ട് ഇത് വേവിച്ചെടുക്കുക. ഇപ്പോൾ നമ്മളിത് വെച്ച് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ആ ക്യാരറ്റൊക്കെ നന്നായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്ര മതി. ഇപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്ത ആ 1 കപ്പ് വെള്ളത്തിൽ ഒരു 1/2 കപ്പോളം വെള്ളം വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് ചൂടാറിയതിന് ശേഷം നമുക്ക് സമയമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചെടുക്കാം. അത് തണുപ്പിച്ചെടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്ന പാല് തണുത്ത പാലാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഞാനിവിടെ ഫ്രിഡ്ജിൽ ഒരു 10 മിനിറ്റ് നേരം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ട് തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ബ്ലെൻഡറിൽ ഇട്ടിട്ട് നമുക്കിത് നന്നായിട്ടിത് അരച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ഇതേപോലെ ഒരു ബ്ലെൻഡറിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിനകത്ത് 1/2 കപ്പ് വെള്ളം ഇനി ഉള്ളൂ. അപ്പോൾ ആ വെള്ളത്തോട് കൂടി തന്നെയാണ് നമ്മൾ അരച്ചെടുക്കേണ്ടത്. അപ്പോൾ ആ ഏലക്കായുടെ സീഡും എല്ലാം കൂടി നന്നായിട്ട് തന്നെ നല്ല സ്മൂത്തായിട്ട് നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്കിത് അരച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട്. കണ്ട, ഒട്ടും തരികളൊന്നും ഇല്ലാണ്ടാണ് നമ്മളിത് അരച്ചെടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈ പാലിൻ്റെ അളവെന്ന് പറഞ്ഞാൽ 2 കപ്പ് അളവിലുള്ള പാലാണ് നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ പാല് നന്നായിട്ട് കാച്ചി എടുത്തതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്നത്. അപ്പോൾ കാച്ചി ആറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് ഇത് ഐസായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇനി ഇതിനകത്തേക്ക് എക്സ്ട്രാ നമുക്ക് ഐസ് ക്യൂബ്സ് ഒന്നും ചേർത്ത് കൊടുക്കണ്ട. അപ്പോൾ ഈ പാല് നമുക്ക് ഇതിനകത്തേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് പഞ്ചസാരയാണ്. അപ്പോൾ പഞ്ചസാരയുടെ അളവ് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 3 ടീസ്പൂൺ പഞ്ചസാര, കൂടെ തന്നെ 1 നുള്ള് ഉപ്പ്. അപ്പോൾ ആ മധുരത്തിനെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 നുള്ള് മാത്രം ഉപ്പ്. അതിനുശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. തരികളൊന്നും ഇല്ലാത്ത രീതിയിൽ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഒട്ടും തരികളൊന്നും ഇല്ലാത്ത രീതിയിലാണ് നമ്മളിത് അരച്ചെടുത്തിരിക്കുന്നത്. കണ്ടോ, എത്ര പെർഫെക്റ്റ് ആയിട്ട് നമുക്കിത് അരച്ചെടുക്കാൻ പറ്റിയെന്ന് നോക്കി. കുറച്ച് ലൂസായിട്ട് കുറച്ച് ക്രീമി ആയിട്ടാണ് നമുക്കിത് കറക്റ്റായിട്ട് നമുക്കിത് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഞാനിതിൻ്റെ മധുരമൊക്കെ നോക്കിയപ്പോൾ കറക്റ്റ് മധുരമാണ്. അപ്പോൾ ഒരുപാട് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു 3 ടീസ്പൂൺ എന്നുള്ളത് 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ആക്കി കൊടുക്കുക. അത്രേ ഉള്ളൂ. അപ്പോൾ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാണ്ട് വളരെ പെർഫെക്റ്റായിട്ട് വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ ഈ ക്യാരറ്റ് ജ്യൂസ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് മധുരവും ഏലക്കായുടെ ചെറിയൊരു ഫ്ലേവറും എല്ലാം കൂടി ചേർന്നപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ഈ ക്യാരറ്റ് ജ്യൂസ് ഇവിടെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ടാറ്റാ.